ഹലോ ഗൈസ്, നമ്മളിപ്പോൾ സുഹലി കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ആണ്ട് നേർച്ചയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ ഒപ്പിച്ച് കൂട്ടുകാരൻ്റെ ബോട്ടിന് ഞങ്ങളെല്ലാവരും ഒപ്പിച്ച് പോവുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് നേരത്തെ സുബലി പോയിട്ട് ബാക്കി കാണാം. നിങ്ങളൊരു ഫോട്ടോ എടുത്തോട്ടെ. എല്ലാവർക്കും സുബലികളെ ലൈറ്റ് ഹൗസ് കാണണം. ഇതാണ് നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ അരികത്തിലെത്തി. ഇതാണ് ലൈറ്റ് ഹൗസ്. ലൈറ്റുള്ള ഹൗസാണ് ഗൈസ്. ഇവിടെ 5 ഇളയൊക്കെയാണ് ലൈറ്റ് ഹൗസിൻ്റെ താഴെ. നമ്മളെ തിരുവാട്ടിൻ്റെ ഉവ്വ. ഫസ്റ്റ് ദിവസം ഇളഞ്ഞപ്പോൾ ഒരു ഇടവഴിയിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഏത് ഇടവഴി എന്നറിയില്ല. ഏതൊരു ഇടലെല്ലാം പോകുന്നു. ഇതാണ് നമ്മളെ വൈകാട്ടി പോവാ. ഇതാണ് സുബലി കർപ്പുറം. ഇതാണ് സുബലിയുടെ തേങ്ങ. ഈ സുബലിയുടെ മേലില്ലാത്ത മരം അരശാൽ. ബണ്ട്
അതാണ് വലിയ നാര് പറന്നുകൊണ്ട്. വിശാലമായ സ്ഥലം, വെളുത്ത മണ്ണിട്ട പോലെ കിടക്കുകയാണ് കടൽ. മാഷാ അല്ലാഹ്. ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. ഇനിയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പം ഇങ്ങനെ ഒരു വെളുത്ത മണ്ണിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ്. ഹലോ ഗൈസ്, ഞങ്ങളെ ഊയൊക്കെ മാത്രമാണ് റേഞ്ച് കിട്ടുന്നത്. ഞങ്ങൾക്കൊക്കെ റേഞ്ച് കിട്ടുകയില്ലേ. ഇത് ഞങ്ങൾ സമരം ചെയ്യും ഇപ്പറത്ത്. നമ്മളിപ്പോൾ പുഴ എത്തി ഗൈസ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി പുഴ കണ്ടാലോ. ഇതാണ് പുഴ എത്തേണ്ട കടപ്പുറം. ഇതാണ് നമ്മളെ ഫയാസ് ഖാൻ പിപ്പി പുഴ. ഇതാണ് നമ്മളുടെ പുഴ. കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടും പുഴ കുറഞ്ഞു ഗൈസ്. അപ്പോൾ ഇവിടുത്തെ പുഴ വെള്ളം വച്ച് ഗൈസ്. അപ്പം നമുക്ക് പുഴ കാണാൻ പറ്റില്ല. നമ്മളിവിടെയുള്ള വലിയ ഫിളാന് നോക്കൂ, എല്ലാം നശിച്ച് ആരെല്ലാം മഞ്ഞ് ഇവിടേക്ക്. നമ്മളെ പുഴ എല്ലാം നശിച്ചു ഗൈസ്. പുഴയുടെ വെള്ളമൊക്കെ വച്ച് ഗൈസ്. ഇപ്പം മരുഭൂമി അവസ്ഥയാണ് ഗൈസ്. മരുഭൂമി അവസ്ഥയാണ് ഗൈസ്. കണ്ട് ബറ്റി വരണ്ട് കിടക്കുകയാണ് ഗൈസ്. മരുഭൂമി മാത്രമല്ല ഗൈസ്, ഇത് കണ്ട പക്ഷികൾക്ക് ശത്ത് കിടക്കുകയാണ് ഗൈസ്. അപ്പം അങ്ങനെ തിരുവല്ല പോകുമ്പോൾ അപ്പോൾ പക്ഷികൾ ഏതാണ്ട് എല്ലാം നശിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഓലയും മാട്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളെ യൂണിസ് മൊത്തം മറ്റേ ഉപ്പാപ്പ നമ്മളെ പോലെ നടന്നുകൊണ്ട് പോവുകയാണ് ഗൈസ്. ഗൈസ് ഞങ്ങൾ കുരുമീൻ കൂടി കൊത്തിക്കൊണ്ട് തിന്നുകയാണ് ഗൈസ്. വീണ തെങ്ങുകൊണ്ട് പാത്തല ഒരുത്താൻ വച്ചിരിക്കുന്നു. ഞങ്ങൾ കുരുമ തിന്നാണ് ഗൈസ്. പറ ഗൈസ്. എത്താൻ വേണ്ടി കോൽ മുറുക്കുന്ന ഗൈസ്.
കണ്ടി ഫാസ്റ്റുന്ന സമയമാണ് പന്നത്ത്. തല നോക്കിയാൽ കാണിക്കുന്നു. ഇത് പിടിച്ച് അങ്ങനെ കുത്തിക്കൊണ്ടുണ്ടാവും. എന്നാ വീഡിയോ അവിടെ ഒരു പേര് വരച്ചേന, അവിടെ ഒരു പേര് വരച്ച നീ കിടക്കണ്ട അങ്ങോ. മേഘ മേഘ അവിടെ ഒരു പേര് വരച്ചേന. ആ പേര് പേര് അവൾ അങ്ങ് വിട്ടത്. ആ പേര് അപ്പുറം ഇനി വരണ്ടേ. ജീവനിയാ അത് ജീവൻ നടത്തല്ല ഷൂട്ടിങ് നടത്ത്. കൈകാട്ടിയ ബോട്ടിനോടെ കൊരാമ്പില്ല അതിനായിട്ടുള്ള ആങ്കർ വിശ്വസിച്ച് അവിടെ കൊടുവാൻ വരാം. ബിസ്ക്കറ്റ് താഴ്ചറക്കുള്ള ബിസ്ക്കറ്റേ ഞങ്ങളെ അവിടെ എടുക്കണു. പൂജി എടുക്കാ പോരെ, പൂജി എടുക്കാ പോരെ, പൂജ കിട്ടണു. ആ ലോഡിക്കാരൊക്കെ കിട്ടണു. അല്ലെങ്കിൽ നല്ല സിനിമയുടെ അപ്പ അവിടെ നിന്ന് ഇപ്പൊ മെയിനായിട്ട് ഇയാളുടെ
അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കുമാറാവട്ടെ. അല്ലാഹു തആല സ്വീകരിക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരുമാറാവട്ടെ. ദീർഘമായ പ്രസംഗം നടത്താൻ നിന്നതല്ല. അൽഹംദുലില്ലാഹ് നമ്മളെ മജ്‌ലിസ് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. വലിയ ആലിമീങ്ങളുള്ള മജ്‌ലിസാണ്. നമ്മുടെ മനസ്സിന് കുളിർമ കൊള്ളുന്ന വെള്ളരി പ്രാവുകൾ നമ്മുടെ ഇടയിലൂടെ ഇരിക്കുന്ന നല്ലൊരു മജ്‌ലിസാണ്. പക്ഷെ ആലിമീങ്ങളുള്ള മജ്‌ലിസാണ്. ബഹുമാനപ്പെട്ട ആ മക്കൾക്ക് നല്ല എളിമ നൽകി മാറാവട്ടെ. ഒരു നാട്ടിൽ നടക്കുന്ന ദർസിലെ നടക്കുന്ന ലഭിച്ച് അവിടെയുള്ള കുട്ടികൾ, അതുപോലെ ബഹുമാനപ്പെട്ട അനസനെ അടക്കമുള്ള വലിയ ഉസ്താദന്മാരുള്ള മജ്‌ലിസും അവർക്ക് പറയാനും അവരുടെ എളിമ കേൾക്കാനും മാത്രം ഉള്ളവരാണ്. നമ്മളൊക്കെ ഇത്രയും എളിമകളുള്ളവരാണ്. ലോകപ്പെടുത്തിയൊക്കെ പലരും ഇവിടെ വന്നപ്പോൾ പുതിയതായി ആദ്യമായി നാട്ടിൽ വന്നവരുണ്ട്, വർഷങ്ങളോളം വരുന്നവരുണ്ട്. ചിലപ്പോൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഇവിടെ വരുന്നവരും ഉണ്ടാവാം. ഇന്നലെയും ഇന്നുമായി പലരും ഓർമ്മപ്പെടുത്തി ചെറിയൊരു സൂചന നൽകണം എന്നുള്ളതൊക്കെ എൻ്റെ അറിവിലുള്ളത് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതുമായ രൂപത്തിൽ മാത്രം പറയുന്നു. നിങ്ങളൊക്കെ അതിനേക്കാളും വിശാലമായി ചിലപ്പോൾ അറിഞ്ഞവരാവാം. ബഹുമാനപ്പെട്ട അബൂബക്കർ വലിയുള്ള അബൂബക്കറെന്നാണ് ഈ പ്രതീകരിക്കുന്നത്. ഇപ്പോഴത്തെ പേര് അവർ വരുന്നത് കോട്ടക്കലിൽ നിന്ന്. കോട്ടക്കൽ മരക്കാട് ആണ് അവരുടെ പരമ്പര പറയുന്നത്. അവിടെ നിന്ന് വന്ന് കവരത്തി ദ്വീപിൽ അവരെത്തി. കവരത്തി ദ്വീപിൽ അവരെ താമസം നടത്തി. ആ താമസം നിൽക്കുന്ന കാലത്ത് നമുക്കറിയാം, ആദ്യകാലത്ത് പറങ്കികൾ നമ്മുടെ ദ്വീപുകളിൽ വരുന്നത്. ആ പറങ്കളികളിൽ നിന്ന് സ്ത്രീകൾ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യം, ഉപദ്രവമുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ജോലി കഴിഞ്ഞവരുടെ ഉമ്മ നോക്കാല നല്ല സൗന്ദര്യം ഉൾപ്പെടുന്നു. ആ പറങ്കികളുടെ ശല്യത്തിൽ നിന്ന് മാറാൻ വേണ്ടി അവരെ സഞ്ചരിച്ച് എത്തിയതാണ് ചരിത്രം നമുക്ക് അറിയുന്നത്. അങ്ങനെ മഹദിയവர்களுം അവിടുത്തെ നടത്താനും ഇവിടെ വന്നു. കവരത്തി ദ്വീപിൽ മരക്കാര പള്ളി എന്ന് കേട്ട് അറിയുന്ന ആ പള്ളിയുടെ മുമ്പിലാണ് ഈ മഹാന്റെ ഉപ്പയും ഉമ്മയും അന്ത്യവിഷ്ണുക്കളും. മഹാനവറുകൾ അവിടെ നിന്ന് സഞ്ചരിച്ചവർ വന്നു ഇവിടെ നിന്ന്. ആ സമയത്ത് ഒരു പ്രസവത്തിനല്ലെങ്കിൽ ഗർഭിണിയായ ഒരു പെണ്ണ് എന്ന് പറയത്ത രൂപത്തിലല്ലായിരുന്നു അവർ ഇവിടെ നിന്ന് പ്രസവിച്ചു. ആ പ്രസവിച്ച് മരിച്ച കുട്ടിയാണ് ഈ കുഞ്ഞാണ്. ഇതിൻ്റെ പിന്നിലേക്ക് നമുക്ക് പോയാൽ അവർ ജീവിച്ച കാലത്തിൻ്റെ ചില മുതിർന്നതായ ആൾക്കാർ അവർ പിന്നിലുള്ളവർ പറഞ്ഞു വലിയ ക്ഷേത്രങ്ങളുമായി നല്ലൊരു അമേദ്യമായ ബന്ധം ഇവരുടെ ഉൾപ്പെട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരെ വന്നാൽ ബഹുമാനപ്പെട്ട ആസിഫലുമാറുള്ളത് കൽപ്പീരിങ്ങളുടെ മകനാണ് അബൂ സാലിഹ്. അവരുടെ മകനാണ് യൂസുഫ് റാത്താനി. നമ്മളെല്ലാവരും ബഹുമാനത്തോടു കൂടി ചെറിയ തന്നെ പുളിക്കരപ്പള്ളി അവർക്ക് പുളിക്കരപ്പള്ളി ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് അവര് ചില രാത്രികളിൽ ഇങ്ങോട്ട് യാത്ര ചെയ്യാറുണ്ടായിരുന്നു. സിയാറത്തിന് വേണ്ടി വരാറുണ്ടായിരുന്നു. രാവിലെയാകുമ്പോൾ അങ്ങനെ ഒരു ബന്ധം അവരിലൂടെയും ഉണ്ട്. അപ്പോൾ അവരെ കാലം മുതൽ തന്നെ ഇവിടെ ഈ സുഹരിക്കടിഞ്ഞവരുമായി. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും വലിയൊരു ശിഷ്യനാണ് മംഗലാപുരത്തിൽ ബന്ധവള്ളിയിൽ സൈഡിൽ കിടക്കുന്ന മൗലാക്കൾ അവർ രചിച്ച മാലയാണ് ഇന്നലെ കൂടി. അങ്ങനെ ഒരു ചെറിയ കുട്ടി എന്ന് പറഞ്ഞിട്ട് തള്ളാൻ മാത്രമല്ല, കുത്തുപായി നമ്മൾ കേട്ടവരാണ്. അഹമ്മദ് എന്നതുപോലെ ആ ചെറിയ സമയത്തുള്ള ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് പ്രയാസങ്ങൾക്ക് പരിഹാരം. നമ്മൾ കൂടുതൽ ചോദിച്ചാൽ ബോട്ടുകാരോട് ചോദിച്ചാൽ പല ബോട്ടുകാരും ഇന്നലെയും വിനിയോഗമായി പല ബോട്ടുകാരും അവരുമായി സൗഹൃദ സംഗമം പല പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. ആ പ്രയാസത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു വന്നത് ഈ ഒരു കാര്യമാണ്. ഇന്നലെ ഒരു ബോട്ടുകാരനോട് പറഞ്ഞു, എൻ്റെ ബോട്ടുമായി ഞാൻ ഇന്ന് നല്ലൊരു നിൽക്കുകയാണ്, ഇവിടെ നിന്ന് ഞാൻ തുടങ്ങി
മക്കളുടെ തുടക്കം അള്ളാഹുക്കായ ഈ വലിയ മഹത്വം കൊടുത്തു. അങ്ങനെ വലിയ കറാമത്തുള്ള മഹാനാണ് ഉപരിക്കുന്നത് ഉലക്കം നിർവഹിച്ചതാണ് ബഹ്റുൽ കബീർ വലിയുള്ളാഹി. അങ്ങനെ ആ ബഹ്റുൽ കബീറായ ബഹുമാനപ്പെട്ട ഈ സുഹരീക്കളികൾ അവരുടെ ചാരക്കാർ നമ്മളെല്ലാവരും അറിയാം കടമത്ത് ദ്വീപിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ മണിക്കൂറിലേറെ യാത്ര ചെയ്തിട്ടാണ് ഈ ബോട്ടുകൾ എത്തിയത്. അല്ലാഹുതആല നമ്മുടെ യാത്രകൾ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് ശബ്ദം ശ്രമിക്കുന്ന മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഉറപ്പുവെക്കുന്നത് നമ്മുടെ ബഹുനമസ്കാരം കഴിഞ്ഞ ഉടനെ യാത്രയാണ്. തീരം കഴിഞ്ഞാൽ എല്ലാവരും ബോട്ടിലേക്ക് കയറണം. വലിയ ബോട്ടുകൾ ഇങ്ങോട്ടാണ്. നമുക്കറിയാം ഇവിടെ അങ്ങോട്ട് സമയം പോകുന്നതിനനുസരിച്ച് വലിയ ബോട്ടുകൾ ആള് കയറാൻ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ നല്ലൊരു തെറ്റി ഉണ്ടെങ്കിൽ ആ തെറ്റിയിലേക്ക് ബോട്ട് വന്ന സുഖമായ സ്ത്രീകളെ എത്താൻ പോകുകയും മുമ്പത്തെ നമ്മളെ വലിയ കൊന്തളമുള്ളതുകൊണ്ട് അതിലൂടെ വലിയ ബോട്ടിലേക്ക് ദൂരക്കൊണ്ടെത്തിയിരുന്ന നല്ലൊരു സാഹചര്യം. ഈ ചെറിയ തോണിയും പെണ്ണുങ്ങളും കുട്ടികളെയും കൊണ്ടുവരുമ്പോൾ പ്രയാസമാകും. എല്ലാവർക്കും അറിവുകയാണ് മാത്രമാണ് ഈ നിങ്ങളുടെ മുന്നിൽ പ്രത്യേകമായി നമ്മൾ രൂപപ്പെടുത്താൻ നമുക്കറിയാം. 27 രാത്രി എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ ഭാഗമായ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ കേന്ദ്രമായ മദീനത്തെ പള്ളിയുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദുൽ വജൂദ് ത്വാഹ റസൂലുള്ളാഹി നമ്മൾക്കറിയാം. ഈ ദൂരം നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടത്തെ വന്ന ദൂരത്തിൻ്റെ ത്യാഗം നമുക്കറിയാം. എന്നാൽ ഇതിനേക്കാളും എത്രയോ വലിയ ദൂരത്തിലാണ് സഞ്ചരിച്ച മെഹറാജ് രാത്രി. ആ രാത്രിയിലാണ്, ആ ദിവസത്തിലാണ് ഇവിടെ വഫാത്താകുന്നത്. നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളുടെ പിള്ളേകളാണ്. നമ്മളെല്ലാവരും ഈ വഴിയെ കാണണം, ഇവിടെ വന്ന് ദുആ ചെയ്യണം, ഇവിടെ വന്ന് സന്ദർശിക്കണം, ഒന്ന് കുളിക്കണം എന്ന് ചിന്തിച്ചവர்கள் ഉണ്ടാവില്ല. വന്ന വഴിക്ക് കുളിക്കൽ സ്വാഭാവികമാണ്, വന്ന വഴിക്ക് മീൻ പിടുത്തൽ സ്വാഭാവികമാണ്, വന്ന വഴിക്ക് അപ്പൽ വിളിക്കൽ സ്വാഭാവികമാണ്. അതിനായി വരുന്നവர்கள் മത്സ്യത്തൊഴിലാളികളല്ല ഭൂരിപക്ഷമായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഈ മഹാനെ ചിന്തിച്ചിട്ടാണ് നിങ്ങളൊക്കെ വിലക്കിയതെങ്കിൽ നമ്മൾ മറക്കാത്തവരുണ്ട്. ഈ മഹാനോട് ബന്ധമുള്ള ഒരു നേതാവ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാണം നടത്തിയ ആ ഇസ്രാ മേറാജിന്റെ രാത്രിയിൽ ലോകത്തിലെല്ലാ മുസ്ലിമീങ്ങൾക്കും വലിയൊരു സമ്മാനമായി എന്നവരാണ് ഹബീബായ റസൂലുള്ളാഹി. അത് നിങ്ങൾക്കും ഞാൻ പറയാതെ തന്നെ അറിയാം എന്താണെന്നുള്ള നിസ്കാരം. അത് നമ്മുടെ ജീവിതത്തിൽ വിടാൻ പാടില്ല. നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ നിസ്കരിക്കും. അതിനെക്കുറിച്ച് വിശാലമായി നിങ്ങളൊക്കെ കേട്ടവരാണ്. ഞാൻ പറഞ്ഞത് ഈ വലിയ നമ്മൾ സ്മരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ, ഈ വലിയ കാലത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഉപ്പ അല്ലെങ്കിൽ അവരെത്രയും വലിയ പ്രസക്തി ആർജിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുതആല അവരെ ഉയർത്തിയതാണ്. ആ ഉയർത്തിയ അല്ലാഹുവാണ് നമ്മളോട് പറഞ്ഞത് നമ്മൾക്ക് നിസ്കരിക്കണം. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്താനുള്ള ഈ വലിയതിൻ്റെ ഉറസുമായി ബന്ധപ്പെട്ട് ഒരു സന്ദേശം അറിയിക്കാനുള്ളത് നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ്. നിസ്കരിക്കാത്തവരായി പോകരുത്. വീട്ടിലായാലും സുഖത്ത് നിസ്കരിക്കാൻ പറ്റും. അത് ഇവിടെ വന്നാൽ അതിനേക്കാളും സുഖത്ത് നിസ്കരിക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിവില്ലായ്മകളുണ്ട്. ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി മാറി നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും വഴി അല്ലാഹു തുറന്നു തരും. അതുകൊണ്ട് എല്ലാവരും നിസ്കരിക്കുന്നവർ നല്ല കാര്യം ചെയ്യുന്നവരാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നാട് കാണാനുണ്ട്, നാട് ചുറ്റി നടക്കാനുണ്ട്. അപ്പുറത്ത് അശോക സ്ഥാപിച്ച കല്ലുണ്ട്. അതൊന്നും വ്യക്തികളത് വർക്കത്തൊന്നും കിട്ടുന്നില്ല. എന്നാലും പക്ഷേ അതൊക്കെ കണ്ടൊക്കെ പഴയ അരിപ്പുകൾ, കലങ്ങിയത്, പുതിയ അരിപ്പുകൾ ഉണ്ടാക്കിയത് അതെല്ലാം കണ്ട് ഒന്ന് കുളിച്ച് വരാൻ വേണ്ടി കുറഞ്ഞ സമയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി വേഗം നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസിൽ ബഹുമാനപ്പെട്ട അഹ്സൻ ഉസ്താദ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മൗലിദിന്റെ പാഠങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. ഉസ്താദിനെ അല്ലാഹുവിന്റെ ആഫിയത്തും ആരോഗ്യത്തിലേക്ക് ഒരുപാട് ആൾക്കാർ ദ്വാരയുടെ പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. വളർന്നവർ ദ്വാരയുടെ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ ക്യാൻസറായവർ ദ്വാരയുടെ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ 2 മുട്ടിന്റെ ഒരു സഹോദരൻ അവരുടെ ഭാര്യയുടെ 2 മുട്ടും തകരാറിലാണ്.
വല്ലാത്ത പ്രയാസമാണ് മാറിക്കിട്ടാൻ വേണ്ടി നിർത്തിവെച്ചതുണ്ട്. അതുപോലെ തന്റെ മകൾ ഒരു എക്സാം എഴുതുന്നുണ്ട്. ആ എക്സാമിൽ വിജയിക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവർക്കും എല്ലാവരുടെയും മനസ്സിൽ മുറാദുകളില്ലാതെ ആരോഗ്യം ഇവിടെ ഉണ്ടാവുകയില്ല. അതുപോലെ പ്രസവ സംബന്ധമായി 5-ാം മാസമായിട്ടുള്ള ഡോക്ടർ ഇപ്പോഴേ വിജയിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ ഭാര്യയെ നിങ്ങളെ ഓപ്പറേഷൻ തന്നെ നടക്കണം. ആ വീട്ടുകാർക്ക് ടെൻഷൻ അടിക്കാൻ വേറെ ബാക്കിയില്ലല്ലോ. വൈകല്യം വരികയുണ്ട്. ഈ മഹാന്റെ വർക്കത്തുകൊണ്ട് ലോകത്തല്ല പൂർണ്ണമായ ഒരു രംഗത്ത് അതുപോലെ മക്കളില്ലാത്തതുകൊണ്ട് ഉള്ള മക്കൾ മതിയായി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. മുസ്ലിം പഠിക്കുന്ന മക്കളുണ്ട്, മറ്റേ എഴുത പഠിക്കുന്ന മക്കളുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളതുപോലെ ആർക്കൊക്കെ ജീവിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞത്, കുട്ടിയുടെ മാനസിക ബുദ്ധിമുട്ട് നീങ്ങാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മയുടെ മുട്ടുവേദന മാറിക്കിട്ടാൻ വേണ്ടി മാറാൻ കണ്ണ് ഓപ്പറേഷൻ എളുപ്പമാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മയുടെ മുട്ടുവേദനയിൽ നീർക്കെട്ട് മാറാൻ വേണ്ടി വേറെ വസിയത്ത്. പെങ്ങളുടെ കയ്യിലുള്ള വേദന മാറാൻ, മക്കളുടെ മക്കളുടെ പഠനം ശരിയാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മകളുടെ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടാൻ വേണ്ടി, ജ്യേഷ്ഠന്റെ ഹൃദയരോഗം മാറാൻ വേണ്ടി, ഒരു സഹോദരിയുടെ ഒരു സഹോദരന്റെ സർക്കാർ സംബന്ധമായ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അതുപോലെ ഒരു സഹോദരിയുടെ സർജറി ഒരു ബുദ്ധിമുട്ടും കൂടാതെ ശരിയാകാൻ പറഞ്ഞവരുണ്ട്. ഞങ്ങൾ ആണ്ടിന് വേണ്ടി സഹായിച്ച എല്ലാവർക്കും വേണ്ടി പ്രത്യേക ദ്വാരങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കൾ അതോട്ടാർക്ക് അനുകൂലമായി റിസൾട്ട് അനുകൂലമായി വരാൻ അടുത്ത ആണ്ടിലേക്ക് സംഭാവനകൾ നേർച്ചയാക്കിയിട്ടുണ്ട്. അതുപോലെ ഉമ്മയുടെ ആയുസ് വേദന മറ്റു മാറിക്കിട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മറ്റു പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി വേറെ വസിയത്ത് ചെയ്തവരുണ്ട്. മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി വേറെ വസിയത്ത് ചെയ്തവരുണ്ട്. അതോടൊപ്പം എല്ലാവരെയും കടുവലാക്കുന്ന ആൾക്ക് എല്ലാവരെയും കൂട്ടിവെച്ചുകൊണ്ട് പ്രധാനപ്പെട്ട കാരണം നമ്മളെത്തിയിരിക്കുന്നത് നമ്മുടെ ജീവിതകാലത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടോ എന്ന് സ്വപ്നത്തോട് കാണാത്ത ഒരു മഹാന്റെ കടത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള മഹാനുകൾ എല്ലാം ആശ്രയിക്കണം. ഈ ഓരോ മുസ്ലിന്റെയും മുസ്ലിത്തിന്റെയും മനസ്സിലുള്ള എല്ലാവിധ കലാലായ മുറാദുകളും എല്ലാ പ്രയാസങ്ങളും اللهم صل على من الذي نحب الاسرار بمخرجات الابيات السابقات الاسرار سيدنا محمد المختار وعلى الاتقار وصحابه الاخيار عجلنا الا بالغفار. اللهم صل على سيدنا محمد القلوب وطوائها وعافيه الابناء وصفائها وروحيه الثواب دنياها وقوت الارواح وبدايها وعلى اله وصحبه وسلم وارحم الراحمين على علم الجهار يا سيدنا الله ان وجه القران وجه قبولك من الله ان وجه القادر سيد لم يقبولك من الله الذي يجدكم يقبولك من الله والذي صدقات يسلم يقبولك من الله ولا يكون بول فندرك يذكرك مسيرا يقبولك من الله أمرك وكان المؤمن بسحائك لله يقبولك من الله محمد
Thank you.
അകത്തിനെയും പോലെയുള്ള ഒരുപാട് രൂപങ്ങളുള്ളത് ഗ്രൂപ്പുകളിലൂടെ വന്നവരും അതിൽ ചോദിക്കാറ് പലപ്പോഴും അവരൊക്കെ ആളുകളെല്ലാം ഈ ഹാസിലേക്ക് കൊടുക്കണമോ, എല്ലാവർക്കും വിശാലമാക്കി കൊടുക്കണമോ, അവരുടെ ജീവിതമാർഗത്തിന് ഉതകുന്ന എല്ലാ ഫലമായും കടലിൽ നിൽക്കാൻ തോഫിയൊക്കെ നൽകുന്നതല്ല. ഒരു സമയത്തിലും ബഹുവിന്റെ ആ ഫോട്ടോ ഔജാനും നൽകിനെ പരീക്ഷിക്കുന്നോ എപ്പോഴും പോക്കിൽ പോകുന്നു സൗരാളൊക്കെ നടന്നു തോഫിയൊക്കെ നൽകണമല്ല. ഒരു അപകടത്തിലും കൊടുക്കല്ലോ, ഒരു പ്രയാസവും നൽകല്ലോ, രോഗങ്ങൾ ശരിയാക്കി കൊടുക്കണോ, നേരസങ്ങളകത്തിൽ കൊടുക്കണോ, എന്റെ കുടുംബത്തിലെ ഐശ്വര്യം നൽകണോ, മക്കളെ സൗകര്യങ്ങളാക്കണോ, ഭാര്യമാരെ സൗകര്യങ്ങളാക്കണോ, സഹോദര സഹോദരങ്ങളോടും ശരിയാക്കണോ, ശരിയാക്കി കൊടുക്കണോ, സംഭാവന ഉയർച്ചയില്ല ഒരുപാട് ആളുകളുടെ ഭാര്യകൾ അവരൊരിക്കലും ഒരു ആട് വെച്ചിട്ടാണോ സംഭാവനത്തിന് ഉയർച്ച ക്യാൻസർ പോലെയുള്ള മുഴുവൻ മാരകമായ രോഗങ്ങൾക്കും അവരെയും ഞങ്ങൾക്ക് ഞങ്ങളിൽ മരണപ്പെട്ടവരുടെ പുനർവല്ലത്തിന് മിത്രമാൻ എത്തിച്ചേർക്കണയുള്ള പലരെയും സുലഭമാക്കണമുള്ള ഒരു ഭക്ഷണം നൽകണമുള്ള ഒരു വെളുപ്പ് നൽകണമുള്ള ഒരിടത്തിന്റെ കരുവാട് തുറന്നു കൊടുക്കണമുള്ള ഇടത്തെ വാങ്ങിച്ച വീട്ടിൽ മാറ്റി രോഗങ്ങൾക്ക് ഒക്കെ മാറ്റി കൊടുക്കണമുള്ള ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾക്ക് സാധാരണ നിങ്ങൾക്ക് പറക്കത്ത് ചെയ്യാനുള്ള പ്രവർത്തിക്കണമുള്ള സൃഷ്ടിക്കണമുള്ള അവിടെ നല്ല പെട്ടിക്ക് നമുക്ക് പറ്റുന്നതായിട്ട് കരുതിയത് വെട്ടി കിട്ടാൻ വലിയ അടുപ്പിച്ച ആൾക്കറിയാം ഡിപ്പാർട്ട്മെന്റ് ലേലം നടത്തുന്നുണ്ട്. അതോടെ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹൈറലാക്കും
ഇങ്ങനെയാണ് പായസം കൊടുക്കണില്ല എല്ലാവർക്കും സർമത്ത്. അവളെല്ലാം എടുത്തിന്, നിങ്ങളെല്ലാം ആണ് കിട്ടാത്ത. ഇത് കൊണ്ട് തന്നെ എന്തായാലും പറഞ്ഞിരിക്കണേ. എടുത്ത് ഫുട്ബോൾ പ്ലെയറിനെ മാതനേടു പിന്നിലൂടെ അപ്പടി നോക്കിയിട്ടാണ് എല്ലാരും ഇടുമേ. യൂട്യൂബർ ചൂടാറി യൂസ് ചെയ്ത ഇവ മാത്രം യൂസ് ചെയ്തേല് ചൂടാറിയായിരുന്നു. നിങ്ങളെടുക്കാത്ത വീഡിയോ, നിങ്ങളെടുക്കാത്ത വീഡിയോ സ്വന്തം ഫാൻസ് ആണങ്ങ പ്രത്യേകിച്ചും എടുത്ത് പറയണെങ്കിൽ എന്നെ ലൈക്കും കമന്റും സബ്സ്ക്രൈബേഴ്സ് ചിന്നു. ഇത് മാമ ഞങ്ങളെ ഒരു പ്ലെയറാണ്. ആമാ അകത്തുള്ള പ്ലെയറിൽ ബാക്ക് മുതലാളി ആര്? ഗോവാക്ക് നീന്താൻ പോയാല് ഗോവാക്ക് അമ്മ രക്ഷ നീന്തി
അയാളെ വിളിപ്പേരാണ് അത് ഗോവാസല ഗോവാസല. പിന്നെ വരാത്തവന് വലൈക്കും സലാം. അസ്സലാമലൈക്കും. എന്നെ ഹാൽ. അങ്ങനെ അമ്മേനുണ്ട് സുബലികൾ ആണ്ട് കൊള്ളാൻ വേണ്ടി വന്നേര്. ഇവിടെ ഹാലല്ലേ ഇനി ഇങ്ങനെ പോണ്ടേ. കേക്കുണ്ടാവേ ഇതുവരെ ആരും പച്ചിച്ചില്ല. തുലാസുണ്ട കുറെ ആൾക്കാരെ കേട്ടു തുലാസ് വിളിച്ചാൽ ഇയാളാണ് ആൾക്കാരാണ്. നമ്മള് മെയിനായിട്ട് വരണോ ജായ്ക്കിടോ വട്ടക്കി കൊടുക്കണേ അത് വിടണോ കറക്റ്റായിട്ട് വിടണോ പഞ്ഞ് വിടണോ ഇതാണ് നമ്മളെ കവരത്തിലെ മെയിൻ മക്ക. ഇതാണ് ഇവളെ മൂപ്പം അല്ലേ? ഇവളെ മൂപ്പം ഇതാണ് അപ്പൽ, ഉണക്കപ്പൽ. ഇതാണ് നമുക്ക് പച്ചയ്ക്കും തിന്നാം, ഉണക്കായിട്ടും തിന്നാൻ പറ്റും. തിന്നിട്ടുണ്ടോ? ഇല്ല. എന്നാൽ തിന്നു നോക്കണം. ഒന്ന് കടിച്ചു നോക്ക്, ഒരെണ്ണം എടുത്ത് കടിച്ചു നോക്ക്. ചമ്പം കടത്തിക്കൂടുണ്ട് എവിടേക്കാന്ന് വെടിയില്. നിങ്ങളെല്ലാം ഫുഡ് ഉണ്ടാക്കാൻ പോണ്ട, ഉണ്ടാക്കിയെല്ലാം കഴിഞ്ഞോ? അപ്പൊ ഫോണിൻ്റെ അപ്പേ 3 മണി 4 മണി ആണ്ടത്തെ പോകും. ആണ്ടെല്ലാം കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ അതാ പോയിക്കളാവാം. എൻ്റെ ഡിങ്കമായിട്ട് ഊന്തുകയാണ് ഗൈസ് കറുപ്പത്തിലോട്ട്.
ദയവായി ആ പോർഷൻ കട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കവരത്തുള്ള മൂപ്പമ്മാണ്. മൂപ്പമ്മ ഇങ്ങനെ തിരിയാണ്. പിന്നൊരു കാര്യമുണ്ട്, നല്ല ദിവസം കൂടി അങ്ങനെ ഇങ്ങനെ പോണ ആയത്താണ് കുറെ പെണ്ണുകളെല്ലാം എത്തണ്ട്. അപ്പം ഇങ്ങനെ ഇട്ട് വൈകിട്ട് പോവുകയാണ് ഗൈസ്. അപ്പറാണ് ചാപ്പളാണ് കുറെ കുട്ടികളൊക്കെ കാണുന്നത്. അപ്പോൾ എല്ലാ വിളവറും ഒപ്പിച്ച് വീഡിയോ എടുത്തോണ്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു കണ്ടന്റ് ആയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം അമ്മ ഒരു പുഴ കാണാൻ പോകുന്നു. ഇതാണ് സുഹലിയുടെ ചെറിയ ബീച്ചാണ്. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. ആണ് നമ്മളെ ലക്ഷദ്വീപ് വ്ളോഗർ. കുറേ പ്രാവശ്യം കാണാൻ എന്നാലും കണ്ടോളൂ. പബ്ലിക് സ്റ്റാറിന് എല്ലാവിധ ആശംസകളും. പബ്ലിക് സ്റ്റാർ വേറെ ലെവലാണ്. ഇതാണ് നമ്മൾ രണ്ട് പേരുടെ പേരും സാദിഖ് തന്നെയാണ്. അതിൽ സാദിഖ് വ്ളോഗർ, ഇത് സാദിഖ് ഭയ്യ വ്ളോഗർ എന്നാണ് അറിയപ്പെടുന്നത്. ഇല്ലേ ഭയ്യ? ഇതാണ് നമ്മളെ റോഷനില്ലേ വ്ളോഗർമാരൊക്കെ. എന്തൊരു മുൾച്ചെടികളുടെ പക്ഷേ നുറുങ്ങിയ മരത്തുച്ചകളെല്ലാം പോകണ്ട. പോവുകയാണ് ഗൈസ്. അവരൊക്കെ ആയിട്ട് നിങ്ങളെത്തി ഗൈസ്. ഇപ്പം ലക്ഷദ്വീപ് വ്ളോഗർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്.
സോറി പുഴ കണ്ടില്ലേ, വെള്ളമൊക്കെ വറ്റിയിട്ടാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പ്രത്യേക ഭംഗിയാണ് ഇവിടെ. കാശ് കൊല്ലം കൊണ്ടൊന്നും അറിയില്ല, ഒരു ഗ്യാപ്പിലൂടെ പോവുകയാണ് കാശ്. ആരെല്ലാം തീട്ടും ചവിട്ടി. അപ്പം നമ്മളെ ഒന്നുള്ളത് ഓർമ്മക്ക് പോകുന്നു. വന്ന തിരുവിള ഇല്ല വന്നത് വന്നത് وسلم وإلى حضرة سهولة ورحمة الله وسره اللذيذ الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ياسين والقرآن غافلون لقد حق القول على أكثرهم وهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين عليهم أنذرتهم أم لم تنذرهم لا يؤمنون. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب وبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاء المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث وقالوا إنا إليكم مرسلون وما أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم إن كنتم أنتم غير مسرفون. وجاء من نفس المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسعدكم أجرا وهم مهتدون. وما جلال الذي فطرني به ترجعون. أعتقد من دونه آلهة يجد للرحمن إلا كون عني شفاعة فيها ولا ينقذون. إني إذا لفي ضلال مبين. إني آمنت بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون. بما عمل العباد ما يؤتيه رسول إلا كانوا به يستهزئون. ألم يروا كما أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. وإن كل لما جميع لدينا محضرون. وآية لهم الأرض الميتة عن يمينها وأخرجنا منها حبا فمنه يأكلون. وجعلنا فيها جنات من نخيل وعنب وفجرنا فيها من العيون ليأكلوا من ثمره وما عملت أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالمرجوم القديم. للشمس ينبغي له أن تدرك القمر والليل سابق النهار وكل في فلك يسبحون. وآية لهم أنا عملنا بالدية وبالفلك المكون وخلقنا لهم من مثله ما يركبون. وإن كان نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس ഏത് പാർട്ടിക്കാരെ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തി. കാരണം നിങ്ങൾക്ക് കൂടുതൽ നീട്ടി പഠിപ്പിക്കാനും പാടില്ലെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. الحمد لله رب العالمين الذي انعم علينا بالايمان وهدانا الى دين الاسلام حتى يعطي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد وقادر الله. الحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.